വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലേൺ തമിഴ് ഫ്രം മലയാളം. ഇന്ന് നമുക്ക് ബാക്കിയായ അക്ഷരങ്ങൾ യാ, രാ, ലാ, വ, ശ, ഷ, സ, ഹ, ള, ഴ, റ എന്നീ അക്ഷരങ്ങൾ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ ചുഴുപ്പുകളെല്ലാം മാറ്റി കുറച്ച് സ്ട്രെയിറ്റ് ലൈൻസ് ആയാൽ അത് തമിഴാകുമെന്ന്. അതിന് സമമായ രീതിക്ക് നമ്മുടെ ഈ യായുടെ തന്നെ ഒരു സ്കെലിറ്റൽ ഔട്ട്ലൈൻ എന്ന വിധം കുറച്ച് സ്ട്രെയിറ്റ് ലൈൻസ്, അതായത് 3 സ്ട്രെയിറ്റ് ലൈൻസ് ആയാൽ അത് തമിഴിലെ യായായി. ഇനി നമ്മുടെ രായിൽ തന്നെ ഒരു സ്കെലിറ്റൽ ഔട്ട്ലൈൻ ആദ്യം ഇങ്ങനെ വന്ന് ഈ ചുഴുപ്പ് ഒരു സ്ട്രെയിറ്റ് ലൈൻ മാത്രമായി മാറിയാൽ അത് തമിഴിലെ രായായി. ഇനി ഈ ലായിൻ്റെ സ്ട്രക്ചർ കുറച്ച് താഴത്തേക്ക് ഈ ഒരു സ്ഥലവും പിന്നെ അത് മേലേക്ക് വന്ന് ഇങ്ങനെയുമായാൽ അത് തമിഴിലെ ലായായി. നമ്മുടെ വായിൽ തന്നെ ഒരു ചെറിയ ചുഴുപ്പോടുകൂടി വായിൻ്റെ അതേ പരുവം ചേർത്ത് വെച്ചാൽ അത് തമിഴിലെ വായായി. ഇനി ഷ ഈ ഫസ്റ്റ് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈനാക്കി ഈ സാധനം ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തമിഴിലെ ഷായായി. നമ്മുടെ മലയാളത്തിലെ ഷായിൽ തുടക്കത്തിൽ വായിൽ ചെയ്തതുപോലെ തന്നെ ഒരു ചെറിയ ചുഴുപ്പായി സ്റ്റാർട്ട് ചെയ്ത് ഈ ഷായിൻ്റെ ഇതിവിടെ കൊണ്ട് ചേർക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു ചുഴുപ്പാക്കി കൊടുത്താൽ അത് തമിഴിലെ ഷായായി. ഇനി ഈ സായിലും വായിൽ ചെയ്തതുപോലെ തുടക്കത്തിലൊരു ചെറിയ ചുഴുപ്പായാൽ അത് സായായി. ഈ ഹായിലും തുടക്കത്തിലൊരു ചുഴുപ്പായി, പിന്നെ ഇതും കഴിഞ്ഞ് ഒരു ചെറിയ അലങ്കാരം കൂടെ ആയാൽ ഇതിൽ തമിഴിലെ ഹായായി. ഇനി നമ്മൾ കഴിഞ്ഞ സ്വരാക്ഷരങ്ങളിൽ കണ്ടത് ആയിരുന്നു ഊ അല്ലെങ്കിൽ നമ്മുടെ ഔ എന്നീ ചിഹ്നങ്ങളിൽ ഇതിന് പകരം നമ്മൾ ഇങ്ങനെ ഒരു സാധനം ഉപയോഗിച്ചത്. ഇതേ ചിഹ്നം ഒറ്റയ്ക്ക് ഒരക്ഷരങ്ങളുടെയും കൂടെ അല്ല വരുന്നതെങ്കിൽ അത് ലായാണ്. ഒറ്റയ്ക്ക് ഇതിനെ എഴുതുന്നത് ലായ. ഇനി നമ്മുടെ മലയാളത്തിലെ ഴ പോലെ തന്നെ ഇങ്ങനെയാക്കി കുറച്ച് സ്ട്രെയിറ്റ് ലൈൻസോടുകൂടി ഇങ്ങനെയാക്കി കൊടുക്കുന്നത് തമിഴിലെ ഴായാണ്. മലയാളത്തിലെ റാ പോലെ തന്നെ തുടങ്ങി ഒരു ചുഴുപ്പോടു കൂടിയ സാധനം കൂടിയായാൽ തമിഴിലെ റായുമായി. ഇതോടുകൂടി നമ്മൾ തമിഴിലെ അക്ഷരങ്ങളെല്ലാം ഏകദേശം പരിചയപ്പെട്ടു കഴിഞ്ഞു. നമ്മുടെ ചാനലിൽ കയറി സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും കൂടി നിങ്ങൾ പഠിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെറും 3 വീഡിയോയിലൂടെ തമിഴ് അക്ഷരങ്ങളെല്ലാം പരിചയപ്പെടാൻ നിങ്ങളെ സഹായിച്ചു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ.